എബ്രായ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 11-ാമത്തെ അധ്യായത്തില് 21, 20, 21, 22 വാക്യങ്ങളാണ് അടുത്ത ഒരു വിഷയമായി നമുക്ക് ചിന്തിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഗോത്രപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾ. പ്രബോധനമായി എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ പഠിക്കുവാൻ തക്കനിടയായി തീർന്നു. ഇസഹാക്കിനെ യാഗം കഴിച്ചതിനെ കുറിച്ച്, ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനെ പോലെ ദൈവം അവരെ തിരികെ കൊടുത്തു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പഠിക്കുവാനിടയായി തീർന്നു. 20, 21, 22 വാക്യങ്ങൾ എബ്രായർ 11-ന്റെ 20, 21, 22. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ഈ 3 വാക്യങ്ങളിൽ 3 പിതാക്കന്മാരെ കുറിച്ച് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. 3 പേരുടെയും ജീവിതത്തിന്റെ അവസാനത്തിൽ മരണത്തോടടുത്തപ്പോൾ സംഭവിച്ച കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇസ്ഹാക്ക് അനുഗ്രഹിച്ചു, യാക്കോബ് അനുഗ്രഹിച്ചു. യോസഫ് തന്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് മനസ്സിലാക്കി വിശ്വാസത്താൽ തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ഈ 3 കാര്യങ്ങളാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടുകളെ കുറിച്ച് ജോസഫ് തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ ഓർപ്പിച്ചപ്പോൾ ഇസഹാക്കും യാക്കോബും തലമുറയെ അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും ഉത്തരം പുതിയ നിയമത്തിലാണുള്ളത്. ഇസഹാക്ക് ഏശാവിനെയും യാക്കോബിനെയും അനുഗ്രഹിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഭാഗം നമ്മൾ വായിക്കും. 27-ാം അധ്യായം അതിന്റെ ചിന്താവിഷയമാണ്. എന്നാൽ ഇവിടെ എബ്രായ ലേഖനകാരൻ അതിനെ മറുപടിയായി അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്നത് ഏശാവിനെയും യാക്കോബിനെയും ഭാവികാലം സംബന്ധിച്ച് ഇസഹാക്ക് അനുഗ്രഹിച്ചത് വിശ്വാസത്താലാണ്. നമുക്ക് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരല്പസമയം ചിന്തിക്കാം. ഇസഹാക്കിന്റെ പിതാവ് ഗ്രേറ്റ് ഫാദറാണ്, അബ്രഹാമാണ്. ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, ഇസഹാക്കിന്റെ മകൻ യാക്കോബിനെ കുറിച്ചും ഇസഹാക്കിന്റെ പിതാവ് അബ്രഹാമിനെ കുറിച്ചും ഒത്തിരി അധ്യായങ്ങളുണ്ട്. വായിച്ച് വരുമ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഇടയ്ക്ക് ഇസഹാക്കിനെ നമുക്കങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. ചില അത്രയും യാക്കോബിനെ പോലെയോ അബ്രഹാമിനെ പോലെയോ നമുക്ക് ഇസഹാക്കിന്റെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരാറില്ല. ഇസഹാക്ക് നാം ഓർത്തിരിക്കേണ്ട ഈ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് ഇസഹാക്കാണ്. അബ്രഹാം ജീവിച്ചതിനേക്കാളും യാക്കോബ് ജീവിച്ചതിനേക്കാളും കൂടുതൽ വർഷക്കാലം ജീവിച്ചത് ഇസഹാക്കാണ്. ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളത് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇസഹാക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങളിൽ വളരെ പ്രധാനമുള്ള വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്ന ദൈവം അവനെ അനുഗ്രഹിച്ചു, അവൻ ബഹുസമ്പന്നനായി തീർന്നു. അബ്രഹാമിന്റെ ദൈവം തന്റെ മകനായ ഇസഹാക്കിനെയും അനുഗ്രഹിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബിനെ പോലെയോ അബ്രഹാമിനെ പോലെയോ യാക്കോബിന്റെയും അബ്രഹാമിന്റെയും ജീവിതമൊക്കെ പഠിച്ചാൽ, ചരിത്രമൊക്കെ പഠിച്ചാൽ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത്. നമുക്ക് വായിക്കാൻ, പഠിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അത്രയും എക്സൈറ്റ്മെന്റ് ഒന്നും ഇസഹാക്കിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ടില്ല. എന്നാൽ ഇസഹാക്കിന്റെ ജീവിതം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആരംഭ സമയത്ത് ഇസഹാക്കിനുണ്ടായിരുന്ന ആ ഫെയ്ത്ത്, വിശ്വാസം, ഇസഹാക്കിനുണ്ടായിരുന്ന സമർപ്പണം, അത് ഒടുവിൽ കുറഞ്ഞു വന്നതായി നമുക്ക് തോന്നുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആ വിശ്വാസത്തിൽ താൻ അത്രമാത്രം സ്ട്രോങ് ആയിരുന്നില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. യാക്കോബിന്റെ ഭവനത്തിൽ തന്നെ ഒരു ഡിവിഷൻ അങ്ങ് ആരംഭിക്കുന്നതാണ് 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 25-ാം അധ്യായം അവിടെ തന്നെ ഒരു പ്രോബ്ലം വീട്ടിനുള്ളിൽ തന്നെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. 25-ാം അധ്യായത്തിന്റെ
28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. രണ്ടു മക്കളാ ഉള്ളത്, ഏശാവ് യാക്കോബ്. അപ്പൻ ഇഷ്ടം ആരോടാ? ഏശാവിനോടാ, മൂത്ത ആളിനോടാ. കാര്യം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം? ഇസാക്കിന്റെ വേട്ടയിറച്ചിയിൽ പ്രിയം വെച്ചതുകൊണ്ട്, വേട്ടയിറച്ചി തനിക്ക് ഏറ്റവും രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസാക്ക് അവനെ സ്നേഹിച്ചു. എന്നാൽ റിബേക്ക യാക്കോബിനെ അധികം സ്നേഹിച്ചു. അപ്പൊ അപ്പന് സ്നേഹം മൂത്താളിനോട്, മൂത്തെന്ന് പറഞ്ഞ രണ്ടും ഇരട്ടയാണല്ലോ, ഏശാവിനോടാണ്. എന്നാൽ അമ്മയ്ക്ക് റിബേക്കായ്ക്ക് സ്നേഹം യാക്കോബിനോടാ. അത് അവിടെ പ്രോബ്ലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കുറെ കാലം വരുന്നതോടുകൂടി, കഴിയുന്നതോടുകൂടി അത് കുറച്ചുകൂടെ വളരെ സീരിയസ് ആയ കോൺസിക്വൻസസ്, അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ ആ ഭവനത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുന്നതാണ്. ഇസ്ഹാക്കിന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെയും ഏശാവിന്റെയും ജനനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 25-ാം അധ്യായം 23-ാം വാക്യം. 20 വർഷക്കാലം കാത്തിരുന്ന് മക്കൾ ഉണ്ടാകാതെ ഇരുന്നപ്പോഴാണ് റിബേക്ക ഗർഭിണിയാകുന്നത്. എന്നാൽ ട്വിൻസ് ആയതുകൊണ്ട്, ഇരട്ടയായതുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു, ദൈവത്തോട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. ദൈവം മറുപടി കൊടുത്തു. ദൈവം മറുപടി കൊടുത്ത എന്താണ്? നിന്റെ ഉദരത്തിൽ 2 ജാതികളുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സ്നേഹിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയി അവിടെ പറയുകയാണ്, മൂത്തവൻ ഇളയവനെ സ്നേഹിക്കും. ഇളയാൾ അല്ലെങ്കിൽ യാക്കോബാണ് ഗ്രേറ്റർ ആകാനായിട്ട് സേവിക്കും, ഗ്രേറ്റർ ആകാനായിട്ട് പോകുന്നത്. ഇത് റിബേക്കയ്ക്ക് അറിയാം, ഇസാഹാക്കിനും അറിയാം. റിബേക്ക നിശ്ചയമായിട്ടും ഇസാഹാക്കിനോട് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഇസാക്ക് അനുഗ്രഹിച്ച കാര്യമാണ്. ഇസാക്ക് അനുഗ്രഹിക്കാൻ താല്പര്യപ്പെട്ടത് ആരെയാണ്? ഏശാവിനെ അനുഗ്രഹിക്കാൻ താല്പര്യപ്പെട്ടത്. അതെന്തുകൊണ്ടാ? വേട്ടയിറച്ചിയിലുള്ളതായ താല്പര്യം കൊണ്ട്, തന്റെ സെൻസ്, തന്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇസാക്ക് അനുഗ്രഹിക്കുന്ന നമ്മൾ വായിച്ചാൽ അറിയാം. അവിടെ മണത്തെ കുറിച്ച് വായിക്കുന്നു, അവൻ കഴിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു, അവന് ഇഷ്ടമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ വായിക്കുന്നു, ഫീലിങ്ങിനെ കുറിച്ചൊക്കെ വായിക്കുന്നു. അപ്പോൾ ആ സെൻസിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ദൈവത്തിന്റെ പ്ലാനിനെ മാറ്റാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇസാക്കിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ദൈവം വർഷങ്ങൾക്ക് മുമ്പേ അരുളി ചെയ്തതാണ് ഈ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ഇസാക്ക് താല്പര്യപ്പെടുന്നത് മൂത്തവനെ അനുഗ്രഹിക്കണമെന്നാണ്. കാരണം വേട്ടയിറച്ചിയിലുള്ള ഇഷ്ടം കൊണ്ട് ഇസാക്കിന് ഏശാവിനോടാണ് വലിയ സ്നേഹം. ഞാനത് വായിച്ചു വന്നപ്പോൾ ഇസാക്ക് നല്ലപോലെ വല്ലതും കഴിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. വേട്ടയിറച്ചിയുള്ള ഇഷ്ടം തന്നെയല്ല. റിബേക്ക ഇത് കേട്ടുകൊണ്ട് പ്ലോട്ട് ഒരുക്കുകയാണല്ലോ. യാക്കോബിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, അവിടെ എഴുതിയിട്ടുണ്ട്, നീ പോയി ആട്ടും കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവരണമെന്നല്ല എഴുതിയിരിക്കുന്നത്, 2 ആട്ടുംകുട്ടികളെ. അപ്പൊ ഈ വല്യപ്പന് കഴിക്കാന് 2 ആടിനെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ വല്ല ചുവ കഴിക്കുന്ന ആളാണെന്നാണ് എന്റെ ചുരുക്കം. പോട്ടെ. എനിവേ, ഈ ഇസ്ഹാക്കിന് വേട്ടയിറച്ചിയുള്ള താല്പര്യം കൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തതിനേക്കാൾ ഉപരിയായി തന്റെ സെൻസിന് താൻ പ്രാധാന്യം കൊടുത്ത് ഏശാവിനെ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ദൈവത്തിന്റെ ഹിതത്തെക്കാൾ, ഗോഡ്സ് വില്ലിനേക്കാൾ പ്രയോറിറ്റി തന്റെ വികാരങ്ങൾക്ക്, തന്റെ ഫീലിങ്ങുകൾക്ക്, അല്ലെങ്കിൽ തന്റെ ശരീരത്തിന് ഫീഡ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്തതിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുവാൻ തക്ക ഇടയായി തീർന്നു. ഞാൻ ഓർമ്മിച്ചല്ലോ, ഈ ഇസാക്കിന്റെ ആരംഭകാലമൊക്കെ നോക്കിയാൽ വളരെ സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള, വലിയ ഡെഡിക്കേഷൻ ഉള്ള ആളായിരുന്നു. ഇസാക്ക് തീരെ കൊച്ചു കുഞ്ഞൊന്നും അല്ലായിരുന്നു. മോറിയയിലേക്ക് യാഗം കഴിക്കാൻ അബ്രഹാം കൊണ്ടുപോകുമ്പോൾ
ഇസാക്കിന്റെ തലയിൽ വിറകുണ്ട്. ആ വിറകും കൊണ്ട് പോകുന്നു. വിറക് കൊണ്ട് പോകുമ്പോൾ ഇസാക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യാഗം എന്താണെന്നും യാഗത്തിന് മൃഗം വേണമെന്നും അബ്രഹാം എന്തുകൊണ്ട് മൃഗത്തെ യാഗം കഴിക്കുന്നു എന്നുള്ള ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ ഗ്രഹിച്ച അറിയാവുന്ന ആളായിരുന്നു ഇസാക്ക്. ഇസാക്കിന് അറിയാമായിരുന്നു. ഇസാക്കിന് വേണമായിരുന്നെങ്കിൽ ആ അബ്രഹാം യാഗം കഴിക്കാനായിട്ട് തന്നെ കെട്ടിയപ്പോൾ ഓടിപ്പോകായിരുന്നു. താൻ സ്ട്രോങ്. അബ്രഹാമിനേക്കാൾ അന്ന് ആരോഗ്യമുള്ള അവസ്ഥയാണ്. പക്ഷേ അതും താൻ ചെയ്യാതെ അനുസരണമുള്ളവനായി യാഗപീഠത്തിൽ കിടന്നുകൊടുത്ത് അങ്ങനെ പൂർണ്ണ അനുസരണവും പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്ന ഒരാളാണ്. മരിക്കാനായിട്ട് പോലും അവനെ ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒടുവിൽ വന്നപ്പോൾ നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ അവന്റെ ജീവിതത്തെ തന്നെ ഒരു ദിവസം ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായി വെച്ചുകൊടുത്ത മനുഷ്യൻ ഇപ്പോൾ ദൈവഹിതത്തെക്കാൾ ഉപരിയായി വേട്ടയിറച്ചി കഴിച്ച് തൃപ്തിപ്പെട്ടത് കൊണ്ട് യേശാവിനെ അനുഗ്രഹിക്കുവാൻ താല്പര്യപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇനിയും ഈ റിബേക്കയിൽ നിന്ന് നോക്കിയാലോ, റിബേക്കയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ട്. റിബേക്ക ദൈവത്തിന്റെ വാഗ്ദത്തം നടക്കുമെന്ന് വിശ്വസിച്ച ആളാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പൊ ഇളയവനെ കൂടുതൽ സ്നേഹിക്കുന്നത് റിബേക്കയാണ്. അപ്പോൾ റിബേക്കയ്ക്ക് യാക്കോബ് വലിയവനാകുമെന്ന് അറിയാം, യാക്കോബിന് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നും അറിയാം. പക്ഷേ റിബേക്ക ചെയ്തത് ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തതാണെങ്കിലും തന്റെ കൈയുടെ കുറെ വേണമെന്ന് ആഗ്രഹിച്ചതാണ്. റിബേക്ക ചെയ്തത് ഈ യേശാവിനെ അങ്ങ് ലെഫ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ചെയ്തത്. ഇസാക്ക് യേശാവിനെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ പോയി വേട്ടയിറച്ചി കൊണ്ടുവന്ന് എനിക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കി തന്ന് അത് കഴിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ഈ ഭാര്യ റിബേക്ക കേട്ടിട്ട് യാക്കോബിനോട് പറയുകയാണ്, നിന്റെ അപ്പൻ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ, അതുകൊണ്ട് നീ വേഗം പോയി ആട്ടിൻകുട്ടികളെ കൊണ്ടുവരണം, ഞാൻ പെട്ടെന്ന് അതിനെ കുക്ക് ചെയ്തു തരാം. യാക്കോബ് പല കാര്യങ്ങൾ പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഞാനും ബ്രദറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അവന്റെ ശരീരം മുഴുവൻ രോഗം നിറഞ്ഞ അമ്മ വളരെ ഫോഴ്സ് ചെയ്ത് റിബേക്ക അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം ചെയ്ത ഇപ്പോൾ റിബേക്കയ്ക്ക് ഒരു സംശയം, ദൈവം വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ അതുപോലെ നടക്കുമോ? കാരണം ഈ അനുഗ്രഹമല്ല ഇപ്പം മറ്റേ ആളിന് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് അവളൊരു പ്ലോട്ട്, അവളൊരു വേറൊരു മാർഗം പെട്ടെന്ന് തിരഞ്ഞെടുത്ത് യാക്കോബിനെ അതിലേക്ക് നയിക്കുന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ അതിന്റെ ഫലമായി റിബേക്ക അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. റിബേക്ക യാക്കോബിന് ഒടുവിൽ ചരിത്രം നമുക്കറിയാമല്ലോ, യാക്കോബിനോട് പറയുകയാണ്, നീ യേശാവ് കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബിനെ കൊല്ലുമെന്നായപ്പോൾ പറഞ്ഞു, നീ എന്റെ സഹോദരൻ ലാബാന്റെ അടുക്കൽ പോകണം. അവിടെ നമ്മൾ വായിക്കുന്നത് 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇവിടെ പറയുകയാണ്, നിന്നെ ഞാൻ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അവളുടെ താല്പര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. 27-ാം അധ്യായത്തിന്റെ 43-45 പറയാണ്, എന്റെ വാക്ക് കേൾക്ക, ആകയാൽ മകനെ എന്റെ വാക്ക് കേൾക്ക, നീ എന്നിട്ട് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് ഓടിപ്പോക, നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക, നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക, പിന്നെ ഞാൻ ആളെ അയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. ഏറ്റവും ലാസ്റ്റിൽ അമ്മയെ യാക്കോബ് കാണുന്നത് അവിടെ വെച്ചാണ്. പിന്നെ ഒരിക്കലും ഭൂമിയിൽ വെച്ച് കാണുവാൻ ഇടയായില്ല. യാക്കോബ് തിരികെ വരുന്നതിന് മുമ്പേ റിബേക്ക മരിച്ചു പോകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ നാം ചെയ്യുന്നതിന്റെയൊക്കെ അല്ലെങ്കിൽ അല്പം വളഞ്ഞ വഴികൾ നാം എന്ത് ചെയ്താലും അതെല്ലാം അനുഭവിക്കുവാൻ ഇടയാകും, അതിന്റെ ഫലം അനുഭവിക്കാൻ ഇടയാകും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യാക്കോബിനും ദൈവത്തിന്റെ പ്രോമിസിനെ കുറിച്ച് അറിയായിരുന്നു. അമ്മ നിശ്ചയമായിട്ടും പറഞ്ഞിട്ടുണ്ട്, 2 ജാതികളാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളോ മറ്റൊരാളിനേക്കാൾ ശ്രേഷ്ഠനാകും, ഇളയവനെ മൂത്തവൻ സേവിക്കും. ഇതൊക്കെ യാക്കോബിനും അറിയാം. പക്ഷേ അവർ രണ്ടുപേരും, അമ്മയും മകനും, ഈ വിഷയത്തിൽ അല്പം ധൃതി കാണിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്.
ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യത്തിൽ നാം ആരും ധൃതി പിടിക്കേണ്ട കാര്യമില്ല. നാം ആരും നമ്മുടെ പാതയൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ദൈവം തക്ക സമയത്ത് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യും. റിബേക്ക നല്ല കുക്കായിരുന്നു. റിബേക്ക ആടിന്റെ ഇറച്ചി കുക്ക് ചെയ്താൽ മാനിന്റെ ഇറച്ചി കുക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. വേട്ടയിറച്ചി എന്നുള്ളത് ചിലയിടത്ത് ഡിയർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വെനീസ് ഈ വേട്ടയിറച്ചിയുടെ ടേസ്റ്റ് പോലെ തന്നെ ഈ ഇസഹാക്കിന് ഇഷ്ടമായ രീതിയിൽ കുക്ക് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് റിബേക്കായ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ റിബേക്കായ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും യാക്കോബിനെ ആ വിഷയത്തിൽ തെറ്റിക്കുവാനൊക്കെ ഇടയായി തീർന്നു. യാക്കോബ് ഇസാക്കിനോട് സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഇച്ചിരൂടെ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ ഇസാക്ക് പറയുകയാണ്, യാക്കോബിനോട് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, നിന്നെ തൊട്ടു നോക്കിയിട്ട് യേശാവിനെ പോലായിരിക്കുന്നത്. കൈയ്യ് യേശാവിന്റെ കൈ പോലെ, പക്ഷേ ശബ്ദം യാക്കോബിന്റെ ശബ്ദം പോലെ. ഇത് എന്താണ്? ഇതാണ് കപടഭക്തി എന്ന് പറയുന്നത് നല്ല രീതിയിലാണ്. പറച്ചിൽ കേട്ടാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സാക്ഷ്യം കേട്ടാൽ, പ്രാർത്ഥന കേട്ടാൽ വളരെ നല്ല. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കൈയ്യ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രവൃത്തി അത് വാക്കുമായിട്ട് ഒത്തുചേരാത്ത രീതിയിലുള്ളതാണ്. ഇതിന്റെ 19-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 19-ാം വാക്യത്തിൽ തന്നെ യാക്കോബ് അപ്പനോട് 3 കള്ളം പറയുന്നുണ്ട്. ഒറ്റ വാക്യത്തിൽ തന്നെ 3 കള്ളം പറയുന്നുണ്ട്. ഒന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, യാക്കോബ് അപ്പനോട് ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. അത് തന്നെ കള്ളം. യാക്കോബ അപ്പോഴും പറയാം, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. എന്താ പറയാ? എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. അമ്മനാണോ ചെയ്തത്? അമ്മയാ മുഴുവൻ പണിയും ചെയ്തത്. ഞാൻ അരിഞ്ഞു കൊടുത്തു പോലും കാണത്തില്ല. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തത് അമ്മയാ ചെയ്തത്. എന്നിട്ട് പറയാ, നീ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എന്റെ വേട്ടയിറച്ചി, വെനിസൺ അല്ലെങ്കിൽ എന്റെ വേട്ടയിറച്ചിയാണോ ഇത്? ഗോട്ട് മീറ്റാ. ഗോട്ട് മീറ്റ് കൊടുത്തിട്ട് പറയാം വേട്ടയിറച്ചി. അപ്പൊ ആ ഒറ്റ വാക്യത്തിൽ തന്നെ 3 കള്ളം താൻ പറയേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഈ യാക്കോബിന്റെ ജീവിതവും അങ്ങനെ കള്ളം പറഞ്ഞ ഒന്നും അതിന് ഒന്നും പ്രതിഫലം കിട്ടാതൊന്നും പോയില്ല. നമുക്കറിയാം, യാക്കോബിനെ കളിപ്പിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ലാബാൻ തന്നെ പല പ്രാവശ്യം കളിപ്പിച്ചു. തന്റെ സ്വന്തം മക്കള് തന്നെ യോസഫിന്റെ കോട്ട് ഊരി ആടിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കിച്ച് പറഞ്ഞു, ഇത് നിന്റെ മകന്റെ കോട്ട, നീ ഒന്ന് നോക്കിക്കേ, ഒരു ദുഷ്ടമൃഗം കടിച്ചു കയറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുവാനൊക്കെ ഒന്ന് ഇടയായി തീരും. ഇതിനോട് ചേർത്ത് നാം ഓർത്തിരിക്കുക, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്ന ദൈവം വാഗ്ദത്തം ചെയ്തതാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് കയറി യാക്കോബും റിബേക്കയുടെ നിർബന്ധത്താൽ യാക്കോബും റിബേക്കയും ആ വാഗ്ദത്തത്തെ അങ്ങ് പെട്ടെന്ന് ധൃതി വെച്ച് പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ 28-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, യെശയ്യാവ് 28:16 നമ്മൾ വായിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകുകയില്ല എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കുറച്ച് നല്ല ട്രാൻസ്ലേഷൻ തന്നെയാണ്. വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകുകയില്ല. ഇംഗ്ലീഷിൽ അതിനെ ഹേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ തിടുക്കം കാണിക്കത്തില്ല, വെപ്രാളപ്പെട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നിനക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൃതി പിടിച്ചൊന്നും ചെയ്യാനായിട്ട് പോകരുത്. ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനത്തിലൂടെയും അല്ലാതെയും ദൈവം വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്ന സംശയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നാം ഒരു വേറെ വ്യാജമാർഗത്തിലൂടെ കയറി പിടിക്കുവാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഓടിപ്പോകരുത്, തിടുക്കം കാണിക്കരുത്, അതിന് റണ്ണവേ ചെയ്യരുത്. ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കുകയാണ്. ചില ആളുകളൊക്കെ എനിക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നുമില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല. ചിലർ പറയും എനിക്ക് കിട്ടേണ്ട നന്മയെല്ലാം അവൻ അടിച്ചുകൊണ്ട് പോയി, കള്ളം പറഞ്ഞു കൊണ്ടുപോയി. ഞാൻ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ്
എന്നോട് ഒരാള് പറഞ്ഞത്, എനിക്ക് അമേരിക്കയിൽ വരാൻ വിസ കിട്ടേണ്ടിയിരുന്ന എന്റെ പേര് ജോർജ് എന്ന്, മറ്റവന്റെ പേരും ജോർജ് എന്ന്, ആ സായിപ്പിനെ കളിപ്പിച്ച് അവൻ അമേരിക്കയിൽ പോയി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശരിയായ കാര്യമൊക്കെ ശരിയായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവം വെച്ചിരിക്കുന്ന നന്മ എടുത്തു കളവാൻ ആർക്കും കഴിയത്തില്ല. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ ഭൗതിക നന്മയായാലും ആത്മീയ നന്മയായാലും അത് എടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം എനിക്ക് അത് വളരെ ധൈര്യം നൽകിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ ദിവ്യ പരിജ്ഞാനം കൊണ്ടാണ്, അവന്റെ ദിവ്യശക്തി കൊണ്ടാണ് നമ്മെ മക്കളാക്കി തീർത്തത്. എന്നാൽ അതേ ശക്തി തന്നെ, അതേ പരിജ്ഞാനം തന്നെ ഭക്തിക്ക് വേണ്ടി കാര്യം മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെ കാര്യം മാത്രമല്ല, ജീവനത്തിന്റെ കാര്യം, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭൗതിക നന്മകളുടെ കാര്യമെല്ലാം ദൈവം അതോടുകൂടി എല്ലാം ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു പാക്കേജാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പാക്കേജാണ്. അതിനെ മാറ്റിക്കളയുവാൻ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ദൈവം സമ്മതിക്കത്തില്ല. ആരും അതിനിടയ്ക്ക് വരുവാൻ കഴിയുകയില്ല. റിബേക്കയെ പോലെയും യാക്കോബിനെ പോലെയും ചാടിക്കേറി ഞാനും നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒത്തിരി ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും എന്നുള്ള വചനപ്രകാരം ജീവിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. ഇനിയും ഈ യാക്കോബ് ഈ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് പോകുമ്പോൾ എത്ര വയസ്സ് കാണുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് കണക്കാക്കണം. വീട്ടിൽ പോയെന്ന് ഒരു ഹോംവർക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് കേട്ടോ. ഞാൻ അതിനൊരു ക്ലൂ തരാം. 77 വയസ്സുണ്ടായിരുന്നെന്നാ ഒരാൾ പറഞ്ഞു. എനിക്ക് അതങ്ങോട്ട് എടുക്കാൻ വിഷമുണ്ട്. ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കണക്ക് കൂട്ടിയതൊക്കെ ശരിയാ. അപ്പൊ ആർക്കെങ്കിലും അതിന് തെറ്റായിട്ട് വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞാൽ ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി 47-ന്റെ 9. 47-ന്റെ 9-ൽ യാക്കോബ് കനാനിൽ നിന്ന് ഫറവോന്റെ അടുക്കൽ വരുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം കഷ്ടവും പ്രയാസമാണ്, 130 സംവത്സരം എന്നാണ് പറയുന്നത്. അപ്പോൾ 130 വയസ്സുണ്ട് മിസ്രൈമിലേക്ക് യാക്കോബ് വരുമ്പോ. അതിനു മുമ്പേ ജോസഫ് ഫറവോന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നമ്മള് ജോസഫിനപ്പോ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് കണക്കൂട്ടാൻ പോവുകയാണ്. ഉൽപ്പത്തി 41-ന്റെ 46. ഉൽപ്പത്തി 41-ന്റെ 46 അവിടെ എഴുതിയിട്ടുണ്ട്, ഫറവോന്റെ മുമ്പിൽ യോസഫ് നിൽക്കുമ്പോൾ യോസഫിന് 30 വയസ്സ് പ്രായമായിരുന്നു. അപ്പൊ യോസഫിന്റെ 30-ാമത്തെ വയസ്സിലാണ് ഫറവോന്റെ മുമ്പിൽ ജോസഫ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളൂടെ കഴിഞ്ഞാണ് യാക്കോബ് മിസ്രൈമിലേക്ക് വരുന്നത്. അപ്പൊ എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ക്ഷാമമുള്ള വർഷം എത്ര ആയിരുന്നു? 7 വർഷക്കാലം. അപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞ് സുഭിക്ഷമായ സമയം വന്നു. ആദ്യമേ സുഭിക്ഷമായ വർഷക്കാലം 7 വർഷക്കാലം. 7 വർഷം കഴിഞ്ഞു. ക്ഷാമമുള്ള വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് മിസ്രൈമിൽ വരുന്നത്. ജോസഫ് പറയാണ്, ക്ഷാമം 2 വർഷമേ ആയുള്ളൂ, ഇനി 5 വർഷം കൂടെ ഉണ്ടെന്ന് യാക്കോബിനോട് പറയുന്നു. അപ്പോൾ 7 × 2 9. അപ്പോൾ യാക്കോബ് മിസ്രൈമിൽ വന്ന സമയം 130 വർഷക്കാലം. ആ സമയത്ത് അല്ലെങ്കിൽ യാക്കോബ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോ ജോസഫിനപ്പോ എത്ര വയസ്സ് കാണും? ഇപ്പൊ പറഞ്ഞനുസരിച്ച് 39 വർഷക്കാലം. 39. അപ്പൊ 39 വയസ്സ് ജോസഫിനുള്ളപ്പോൾ യാക്കോബിന് 130 വയസ്സ്. അപ്പൊ എത്രാമത്തെ വയസ്സിലായി ജോസഫ്? കാൽക്കുലേറ്റർ എടുക്കാതെ ചെയ്യാവുന്ന പഴയ സ്കൂളിൽ പഠിച്ചവർക്കാറ് 91. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജോസഫ് ഉണ്ടായത് 91-ാമത്തെ വർഷത്തിലാണ്. മിസ്രൈമിൽ ലാബാനെ യാക്കോബ് എത്ര വർഷക്കാലം സേവിച്ചു? അതായത് ഒന്നുകൂടെ നോക്കേണ്ടത് 20 വർഷക്കാലം. ഈ ഞാൻ പറഞ്ഞ 77 എന്നുള്ള ആളെ 14 കണക്കാക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 77 ഇല്ലെങ്കിലും അതിന് അടുത്തൊക്കെ വരും. ഈ ഇസാഖിൻ, ഞാൻ പറഞ്ഞു വരുന്നത് ഇസാഖിന്റെ അടുത്ത് വന്ന് ഓടിപ്പോകുമ്പോ യാക്കോബിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഈ കല്ല് തലോണയായിട്ട് വെച്ച സമയത്തൊക്കെ നമ്മുടെ ഭാവനയിൽ ഒരു കൊച്ചു മനുഷ്യനായിട്ട്, ഒരു ചെറുക്കനായിട്ടൊക്കെയാ തോന്നുന്നത്. ബാലകനൊന്നും അല്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. അപ്പോൾ ഇനി 20 ആണെങ്കിൽ തന്നെയും യാക്കോബ് അവിടെ ഉള്ളതായ തന്റെ
സമയമെല്ലാം തീർന്നതിന്റെ ഒടുവിലാണ് ജോസഫ് ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 ആണെങ്കിൽ തന്നെയും യാക്കോബിന് അപ്പോൾ 71 വയസ്സുണ്ട്. അപ്പോൾ 71 വയസ്സ് അല്ലെങ്കിൽ 77 എന്ന് പറഞ്ഞത് 14 കണക്കാക്കി 71 വയസ്സോ അല്ലെങ്കിൽ ഒരു 17 വർഷം പ്രായമുള്ള യാക്കോബിനെയാണ് അനുഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ഞാൻ ഈ വാക്യമൊക്കെ വെച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഒക്കെ അങ്ങ് വായിച്ചു നോക്കും. നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് വേറെ കുറച്ച് പ്രായമെല്ലാം കുറച്ച് കിട്ടുന്നെങ്കിൽ നോക്കാം. ഇന്ത്യയിലാണെങ്കിൽ കുറച്ച് കിട്ടിയാൽ നല്ലതായിരുന്നു, ഇവിടെ ആണെങ്കിൽ കൂടുതലാണല്ലോ. ഇനി നമുക്ക് നോക്കാം യാക്കോബിന് എത്ര വയസ്സുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നാം ഓർത്തിരിക്കേണ്ടത്. യാക്കോബിന് അത്രയും പ്രായമുണ്ടായിരുന്നു. നമ്മൾ ഓർത്തിരിക്കണം, യാക്കോബിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഏശാവ് 2 കല്യാണം കഴിച്ചു, 2 ഭാര്യമാരുണ്ടായിരുന്നു ഏശാവ്. അപ്പൊ അത്രയും പ്രായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വിട്ടിരുന്ന് നമുക്ക് ആ കണക്ക് നോക്കാം. ഇത് ശരിയായി വരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ കിടക്കുകയാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഉള്ള അനുഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മളിപ്പോ എബ്രായർ 11:20 വായിച്ചത്. അവിടെ വാർദ്ധക്യത്തിൽ ഇസ്ഹാക്ക് ഏശാവിനെ യാക്കോബിനെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ വിശ്വാസത്താൽ അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയാണ് നാം ഓർത്തിരിക്കേണ്ടത്. വിശ്വാസത്താൽ എങ്ങനെയാണ് യാക്കോബ് ഏശാവിനെയും യാക്കോബിനെയും ഇസ്ഹാക്ക് അനുഗ്രഹിക്കുവാൻ തക്ക ഇടയായി തീർന്നു. നമ്മൾ ചിന്തിച്ചല്ലോ, ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഈ ഇസ്ഹാക്കിനുള്ളതായ സമർപ്പണം, ഇസ്ഹാക്കിനുള്ള വിശ്വാസം, ഇസ്ഹാക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞതായ യാക്കോബിനെ കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങൾ, ഇതെല്ലാം ഇസ്ഹാക്കിന് നന്നായി അറിയാവുന്ന സമയമാണ്. ഇസ്ഹാക്ക് നല്ലൊരു വിശ്വാസ വീരനായി പിതാവിന്റെ വിശ്വാസത്തിന്റെ വിത്ത് തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത്, അബ്രഹാം ചെയ്തത് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിൽ തന്റെ വാർദ്ധക്യ സമയത്ത് തനിക്ക് വിശ്വാസം കുറയുവാൻ തക്ക ഇടയായി തീർന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ താൻ വിശ്വാസ വീരനായി, ധൈര്യമുള്ളവനായി, വിശ്വാസത്താൽ അനുഗ്രഹിച്ചു എന്നാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ 27-ാം അധ്യായത്തിൽ ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണാൻ കഴിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്ന എന്റെ മരണ ദിവസം അറിയുന്നുമില്ല. ഇത് പറയുമ്പോൾ എത്ര വയസ്സായി ഇസ്ഹാക്കിനെന്ന് എക്സാക്ട് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലർ കണക്കാക്കി പറയുന്നത് ഇസ്ഹാക്കിന് അപ്പോൾ 137 വർഷം വയസ്സേ പ്രായം ഉണ്ടായിരുന്നു. ഇസ്ഹാക്ക് മരിക്കുമ്പോൾ 180 വയസ്സുണ്ട്. അപ്പൊ ഞാന് ഉടനെ അങ്ങ് താമസിയാതെ അങ്ങ് പോകുമെന്ന് നമ്മളും ചിലരൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പറയുന്ന പോലെ ഇസ്ഹാക്കും പറഞ്ഞു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും ഒത്തിരിയും വർഷം, ഒരു 14 വർഷം കൂടെ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ഇസ്ഹാക്കിന് ഇടയായി തീർന്നു. അപ്പോൾ ഇസ്ഹാക്ക് പറയുകയാണ്, നമ്മൾ ചിന്തിച്ചല്ലോ, ഇസ്ഹാക്കിന് വേട്ടയിറച്ചിയിലുള്ള പ്രിയം കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അതുപോലെ ഏറ്റെടുക്കാനും വിശ്വസിക്കാനും കഴിയാതെ പോയി. അതുകൊണ്ട് ഇസ്ഹാക്കിന്റെ പ്രിയ മകനായി തീർന്നിരിക്കുക ഏശാവ്. ഈ പ്രിയ മകനെ അനുഗ്രഹിക്കുകയാണ്. ഈ പ്രിയ മകനെ അനുഗ്രഹിക്കണമെങ്കിൽ വേട്ടയാടി കൊണ്ടുവരുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് ഈ ഏശാവിനെ അനുഗ്രഹിക്കാനാണ് ഇസ്ഹാക്ക് താല്പര്യപ്പെടുന്നത്. നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു വരുമ്പോൾ ഇവിടെ തനിക്ക് യാക്കോബ് വന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം തന്റെ മാതാവ് ഒരുക്കി കൊടുത്ത ആ ഡിലീഷ്യസ് ആ ഫുഡ് കൊണ്ടുവന്ന് ഇസ്ഹാക്കിന്റെ മുന്നിൽ വെച്ചിട്ട് പറയാണ്, അപ്പാ എഴുന്നേറ്റ് കഴിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ വായിക്കുന്നു, താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തന്റെ മകനായ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. അവൻ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പ എന്ന് പറഞ്ഞതിന്, ഞാനിതാ, നീ ആ മകനെ എന്ന് അവൻ ചോദിച്ചു. ആദ്യത്തെ സംശയം ഇസ്ഹാക്കിനവിടെ തുടങ്ങിയിരിക്കുകയാണ്. നീ ആരാടാ എന്ന് ചോദിച്ചപ്പോൾ അവന് മറുപടി എന്താണ് പറയുന്നത്? യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ് എന്നോട് കൽപ്പിച്ച് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് ഇരുന്ന് എന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന് കണ്ണ് കാണത്തില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്കിന്റെ ഉള്ളിൽ പിന്നെയും ഒരു സംശയം. ഈ ഏശാവ് ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്.
ഇസാക്ക് തന്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചു. അവന് ഇത്ര വേഗം കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. അപ്പൊ സംശയം തീർക്കുക, ഇത് ഏശാവാണോ യാക്കോബാണോ എന്നാണ് തന്റെ സംശയം. സംശയം തീർക്കാൻ ചോദിക്കും, ഇത്ര വേഗം നിനക്ക് എങ്ങനെയാ കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ ഈ ഭയങ്കരനായ ഈ യാക്കോബ് പറയാണ്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്കിഞ്ഞ് വരുത്തി തന്നു. ഒരു ഭയങ്കര, അവരുടെ മക്കളൊക്കെ ആ ട്രിക്കാ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ പറയാണ്, എന്നിട്ട് യാക്കോബിന് വലിയ വിശ്വാസമൊന്നും വന്നില്ല. അതാണ് എഴുതിയിരിക്കുന്നത്. ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം പറഞ്ഞ്, ഈ സാഹചര്യം ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സാകപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരാടി ഉലയുന്ന ഒരു ഓട പോലെ താൻ ആകെപ്പാടെ അങ്ങ് ചഞ്ചലപ്പെട്ടിരിക്കുക. ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകും. എന്നെ വീണ്ടും ചോദിക്കുകയാണ്, യാക്കോബ് ചോദിക്കുകയാണ്, യാക്കോബിനോട് മകനെ അടുത്തു വരിക, നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവം വരുത്തി കൊടുത്തെന്ന് പറഞ്ഞതും വലിയ ഉറപ്പൊന്നും ആയില്ല. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാനൊന്ന് തപ്പി നോക്കട്ടെ, നീ അടുത്തു വരാൻ. യാക്കോബ് തന്റെ അപ്പനായ ഇസാക്കിനോട് അടുത്ത് ചെന്നു. അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ. അത് നമ്മൾ മുമ്പേ പറഞ്ഞ ഇതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ശബ്ദം കൊള്ളാം, പാട്ട് കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, സാക്ഷ്യം കൊള്ളാം, പക്ഷെ കയ്യ് നല്ലതല്ല. അത് മറ്റവന്റെ കയ്യാ. പ്രവൃത്തി ജീവിതത്തിലൊക്കെ കുഴപ്പങ്ങളാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു അത് തന്നെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് തപ്പി നോക്കി രോമമുള്ള ഈ കയ്യിലൊക്കെ രോമമുള്ള തോലൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണല്ലോ. ഇത് തിരിച്ചറിഞ്ഞില്ല. അവിടെയാണ് ഇതിന് കൈകൾ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. പിന്നെയും ചോദിക്കുകയാണ്, തനിക്കൊരു സംശയം, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്നവൻ ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാമെന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുവന്നു. അവൻ തിന്നു. അവൻ വീഞ്ഞും കൊണ്ടുവന്നു. അവൻ കുടിച്ചു. പിന്നെ അവന്റെ അപ്പനായ ഇസാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു. അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു. അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിടയ്ക്ക് ഇസാക്കിന് വലിയ വിശ്വാസമായില്ല. ഇത് ഏശാവ് ആണെന്നുള്ളതിന്, ഇത് ഏശാവ് അല്ലെന്നുള്ളതിന് ഒത്തിരി തെളിവാണ്. ഇത് യാക്കോബ് ആണെന്നുള്ളതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏശാവ് അല്ലെന്നും പറയാനൊക്കത്തില്ല, ഏശാവ് ആണെന്നും പറയാനൊക്കത്തില്ല. ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് ഈ സമയത്ത്. വേദപണ്ഡിതന്മാർ പറയുന്നത്, പല ഇടത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്, വിശ്വാസത്താൽ ഇസാക്ക് അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ അപ്പൊ വേണമെങ്കിൽ റിബേക്കയോട് ചോദിക്കാൻ ഏശാവാണോ യാക്കോബാണോ ചോദിച്ചില്ല. ഏശാവിന്റെ ഭാര്യമാരുണ്ട്, അവരെ വിളിക്കാം, അവരെ വിളിച്ചില്ല. ദാസന്മാർ ഒത്തിരി ഉണ്ട്, അവരെ ഒന്നും വിളിച്ചില്ല. ഈ കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്ന ഇസാക്കിന് തോന്നിക്കാണും, എനിക്കെനിവയെ നേരിട്ട് കാണാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇവര് പറയുന്നത് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഇവരൊക്കെ ഒരു കൈ ചേർന്ന് നിന്നുകൊണ്ടൊക്കെ വല്ല ട്രിക്കും കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ സാഹചര്യത്തിൽ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇസാക്ക് ദൈവത്തോട് അങ്ങ് നിലവിളിച്ചു. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഓർക്കി ദൈവത്തോട് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാണ്, ദൈവമേ, ഞാൻ വേട്ടയിറച്ചിയിൽ തൃപ്തിപ്പെട്ട് നിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ച് ഏശാവിനോടുള്ള പ്രിയം കൊണ്ട് അവനെ അനുഗ്രഹിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. എന്നാൽ ഞാൻ നിന്റെ ഹിതത്തിന് ഇതാ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് താന് ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും, ദൈവമേ, ഞാൻ ഇവനെ അനുഗ്രഹിക്കുമ്പോൾ എന്റെ സ്വന്തമായ കാര്യം കൊണ്ട് ഇവനെ അനുഗ്രഹിക്കാൻ ഇടയാകരുത്. ഞാൻ പറയുന്ന വാക്ക് നീ പറയുന്ന പോലെ ആയിരിക്കണം, ഞാൻ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ നീ പറയുന്ന പോലെ മാത്രമായിരിക്കണം എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്ന അവിടെ കാണുന്നുണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പറയാണ്, ഇതാ എന്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. അവിടെ നമ്മള് വായിച്ചു നോക്കിയാൽ അവിടെയൊന്നും ഏശാവ് എന്നുള്ള ഒരു പദമേ ഇല്ല. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് താൻ പറയുവാൻ തക്കൊന്ന് ഇടയായി തീർന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം ഇത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇതെല്ലാം അപ്രകാരം ഇസാക്ക് ചെയ്തത് എന്തുകൊണ്ടാണ്? വിശ്വാസത്താലാണ്. ദൈവം ആ വാർദ്ധക്യത്തിൽ തന്റെ ആ സ്റ്റേജിൽ തന്നിലേക്ക് ദൈവം ഒരു പ്രത്യേക കൃപ പകർന്നിട്ട് ദൈവത്തിന് ദൈവപ്രകാരം അനുഗ്രഹിക്കുന്നതാണ്. അത് നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. ചില കഴിഞ്ഞ് ഏശാവ് വന്നു. ഏശാവ് വന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് കഴിച്ചെന്നെ അനുഗ്രഹിക്കണം. നീയും ആരാടാ?
ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഏശാവ്. ഓ, പിന്നെ മുമ്പേ വന്നത് ആരാണ്? അപ്പോഴാണ് ഇസാക്ക് ആവപ്പാടെ നടുങ്ങിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്തപ്പോൾ ഇത് സ്വന്തം ബുദ്ധിയിൽ ചെയ്തതാണെന്നൊരിയില്, അല്ലെങ്കിൽ സ്വന്തമായി ഇസാക്ക് ചെയ്തതായിരുന്നൊരിയില് നിശ്ചയമായിട്ടും യാക്കോബിനെ അങ്ങ് ശപിക്കാമായിരുന്നു. പക്ഷേ ഇസാക്ക് അത് ചെയ്തില്ല. കാരണം ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു. കാരണം ഇസാക്ക് ദൈവത്തോട് ചോദിച്ച് വിശ്വാസത്താലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബിൽ നിന്ന് അത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ യാക്കോബാണ് അനുഗ്രഹം പ്രാപിച്ചതെന്ന് വിചാരിച്ച് അവനെ ശപിക്കാനോ കഴിയുകയില്ല. ഈ ഇഷ്ടപുത്രൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുക, ഇനി എനിക്കൂടെ അനുഗ്രഹം തന്നേലേ ഒക്കുള്ളൂ. ഉടനെ പെട്ടെന്ന് അവനെ വിളിച്ചൊന്നും അവന്റെ തലയിൽ കാൽവെച്ച് ഏതെങ്കിലും അനുഗ്രഹം ഒന്നും കൊടുത്തില്ല. കാരണം ഇസാക്കിന് അറിയാമായിരുന്നു ദൈവമാണ് ഈ വാക്കുകൾ അവന് നൽകിയത്, ദൈവമാണ് അനുഗ്രഹിക്കുവാൻ തക്ക ഇടയായി തീർന്നത്. നോക്കുക, നമ്മൾ ഇനി തുടർന്ന് 28-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ 28-ാം അധ്യായത്തിന്റെ യാക്കോബിനെ വീണ്ടും ഇസാക്കിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. 28-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഇസാക്ക് യാക്കോബിനെ വിളിച്ചു അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ തെറ്റിച്ച് കള്ളം പറഞ്ഞ് ഏശാവിന്റെ അനുഗ്രഹം വാങ്ങിച്ചു എന്ന് ഇസാക്കിന് മനസ്സിലായതൊക്കെ തിരിച്ച് ഇവന്റെ അനുഗ്രഹം തിരിച്ചെടുക്കാൻ നോക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല. ഏശാവിന് പിന്നെ അനുഗ്രഹം കൊടുത്തതൊക്കെ നമുക്ക് അവിടെ വായിക്കുന്നുണ്ട്. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും ആകാശത്തിലെ മഞ്ഞ് കൂടാതെ ഇരിക്കും, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് ഉടഞ്ഞു കളയും. ഇത് കൂടുതൽ അനുഗ്രഹം എന്താ വേണ്ടത്? ഏതായാലും താഴെ വായിച്ചു വരുമ്പോൾ യാക്കോബ് പദ്ദൻഅരാമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഇസാക്ക് യാക്കോബിനെ വീണ്ടും അനുഗ്രഹിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തത് നീ പരദേശിയായി പാർക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം ഈ യാക്കോബിന് പിന്നെയും ഇസാക്ക് അനുഗ്രഹങ്ങളെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇസാക്ക് ഇവരെ അനുഗ്രഹിച്ചത് വിശ്വാസത്താലാണ്, ദൈവനിയോഗത്താലാണ്. ദൈവമാണ് അത് ചെയ്തത്, ദൈവം പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. നമ്മുടെ വിഷയം ഇതാണ്, വിശ്വാസത്താൽ ഇസാക്ക് എന്റെ വാർദ്ധക്യത്തിൽ ഏശാവിനെ യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇസാക്കിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അനേക പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്. പ്രധാനമായിട്ട് നാം ഓർത്തിരിക്കേണ്ടത്, ഇസാക്കിന്റെ ജീവിതത്തിൽ ആത്മീയമായി ക്ഷീണിച്ച അവസ്ഥകൾ വന്നു. ഇസാക്കിന്റെ ജീവിതത്തിൽ വേണ്ട പോലെ ആദ്യകാലത്തുണ്ടായിരുന്ന വിശ്വാസമില്ലായിരുന്നു. എങ്കിലും തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ആ വിശ്വാസം കൊടുത്തു. ദൈവം വിശ്വാസത്താൽ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇസാക്കിന് കൃപ കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവവേദൽ, ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ ഇസാക്കിനെ സംഭവിച്ച എന്താണ്? ഇസാക്കിന് ആത്മീയമായി ക്ഷീണം സംഭവിച്ചു, ദൈവസ്നേഹം കുറഞ്ഞ് ലോകപരമായ കാര്യങ്ങൾ, വേട്ടയിറച്ചിൽ തൃപ്തിപ്പെട്ടതിന്റെ ഫലമായി ദൈവഹിതത്തെക്കാൾ അധികമായി സ്വന്തം പ്ലാനിന് പദ്ധതിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിൽ ക്ഷീണിക്കുവാൻ തക്കമിടയേറ്റു. എന്നാൽ അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവൻ കൂടുതൽ അനുഗ്രഹങ്ങളെ കൊടുത്തു. അപ്പോൾ ഇസാക്കിന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്ന, ജീവിതത്തിൽ കാഴ്ചയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആരെയും വിശ്വസിക്കാൻ ഒക്കാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോഴും വിശ്വസിക്കാൻ പറ്റിയ ഒരുവൻ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരം പറയുന്നവനാണ്. റിബേക്കയെ പോലെ യാക്കോബിനെ പോലെ കുറുക്കു വഴികളൊന്നും നാം തെരഞ്ഞെടുക്കുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കുവാൻ, വാക്ക് പറഞ്ഞവൻ അതുപോലെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ.